നമസ്കാരം. ചെറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെല്ലാവരും വലിയൊരു കരച്ചിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം വന്നേന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടവും ഇനി വേണ്ട 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച അടിമ ഗണ്ടികളും ഒക്കെ സംയുക്തമായി നടത്തുന്ന ഈ കരച്ചിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന അത് മലയാളികളായിക്കോട്ടെ, മറ്റ് ഒട്ടേറെ അന്യഭാഷ തൊഴിലാളികളായിക്കോട്ടെ, രാജ്യങ്ങളിലായാലും എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അവരെല്ലാവരും കരഞ്ഞുകൊണ്ടേ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ള അതിന്റെ ആ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കരച്ചിൽ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് നരേന്ദ്രമോദിജി 2014 ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് BJP അതല്ലെങ്കിൽ NDA അവരുടെ ആ ഒരു ഭരണം കിട്ടിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള വാഗ്ദാനങ്ങളുടെ ലിസ്റ്റിൽ കൃത്യമായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ആർട്ടിക്കിൾ 370 ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലാഖ് ബില്ലായാലും ഇത്തരത്തിൽ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിൽ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരുമെന്നുള്ളത്. നമുക്ക് പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് സത്യത്തിൽ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ചെറിയ ഒരു കാര്യം മാത്രമാണ്. എന്നിരിക്കെ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇതാ ഈ നാട്ടിലുള്ള സകല മുസ്ലിങ്ങളെയും ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി BJP ഇതാ രംഗത്ത് വന്നിരിക്കുന്നു, ഹിന്ദുത്വ തീവ്രവാദികൾ ഇതാ RSS ഇതാ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ആ പ്രചാരണം ഏറ്റെടുത്തതിന് ആദ്യമായി തന്നെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് തുടക്കമിട്ടതെന്ന് പറയേണ്ടതുണ്ട്. കാരണം വരാനിരിക്കുന്ന 2 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക ആ നാമധാരികളുടെ അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ വോട്ടുറപ്പിക്കുക എന്ന രീതിയിലുള്ള ആ പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും മണ്ടന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരാണ് എന്നതിന് ഉത്തരം തരുന്ന രീതിയിലാണ് പിണറായി വിജയന്റെ ആ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാനാവുക. കാരണം ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ കൊണ്ടുവരുന്ന കൃത്യമായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി കൊണ്ടുവരുന്ന ഒരു നിയമം ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലെ ഒരു പാവയ്ക്ക വലുപ്പത്തിലുള്ള ഒരു സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അറിയാം, അത് വെറും ഒരു വീൺവാക്കാണ്, അതല്ലെങ്കിൽ വെള്ളത്തിൽ വിട്ട എന്തോ പോലെയാണ് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം. പക്ഷെ ഇയാൾ വിശ്വസിച്ചുകൊണ്ട് ഇയാളുടെ ആ ഒരു പോസ്റ്റിന് കീഴിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഒട്ടേറെ മന്ത്രിമാരും MLA കാരും രംഗത്ത് വന്നുകൊണ്ട് പറയുന്ന ആ പ്രസ്താവനകൾക്ക് താഴെയൊക്കെ കൃത്യമായിട്ട് കുരുപൊട്ടി ഒലിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾക്ക് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ആ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നടത്തിയ ഒരു എഗ്രിമെന്റിൽ അന്നത്തെ ഒരു കരാറിൽ പറഞ്ഞ ഒരു കാര്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടതുണ്ട്. കാരണം 1947 മുൻപിലേക്കൊന്നും നമ്മൾ പോരണ്ട, ഇങ്ങോട്ട് പോരുക. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഭാരതത്തിൽ ഏകദേശം 3 കോടിയോളം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഇന്ന് 2012 അവസാനത്തെ സെൻസസ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുവരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 22 കോടിയിലേക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾ എത്തിയതെന്നും, എന്നാൽ ഇന്ന് കണക്കാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഏകദേശം 22% ഉണ്ടായിരുന്നത് ഭാരതത്തിൽ 3 കോടി ഉണ്ടായിരുന്നത് 21 കോടിയായി വർദ്ധിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ 22% ഉണ്ടായിരുന്ന ഹൈന്ദവരടക്കമുള്ള 6 വിഭാഗം, അത് സിഖ് വരുന്നുണ്ട്, അതുപോലെ ഹിന്ദു, പാഴ്സി, ജൈന, ക്രൈസ്തവ, ഇങ്ങനെ 6ഓളം വിഭാഗങ്ങൾ ഇന്നിപ്പോൾ 1% പോലും ഇല്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് അവർ മതം മാറ്റപ്പെട്ടും കൊല്ലപ്പെട്ടും അതല്ലെങ്കിൽ അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടും ഇല്ലാതായത് എന്ന ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടിടത്ത് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്നോ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നിങ്ങോട്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ 3 കോടിയിൽ നിന്ന് 21 കോടിയാക്കി മാറ്റുന്ന രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള വകകൾ നൽകുക മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ വരെ അവർക്ക് വിഭജിച്ച് നൽകിക്കൊണ്ട്, ക്രൈസ്തവർക്കും ഇസ്ലാമുകൾക്കും വിഭജിച്ച് നൽകിക്കൊണ്ട് അവരെ പോറ്റി വളർത്തുക, അവർക്ക് പ്രസവിച്ച് കൂട്ടാനുള്ള സിസ്റ്റം പോലും തയ്യാറാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള 6.5 പതിറ്റാണ്ട് പേരിച്ച കോൺഗ്രസ്സുകാരൊക്കെ ഇന്നിവിടെ നടത്തുന്ന ഈ കരച്ചിലിലെ കൃത്യമായിട്ടുള്ള ആ ഒരു ദ്വിമുഖമുണ്ടല്ലോ, ആ ഇരട്ടമുഖമുണ്ടല്ലോ, അതിവിടെ വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് വെറും ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒന്ന് തന്നെയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന 3 മുസ്ലിം രാജ്യങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം ഭീകര രാജ്യങ്ങൾ എന്ന് തന്നെ സൂചിപ്പിച്ചാലും തെറ്റ് പറയാനാവില്ല. ആ രാജ്യങ്ങളിൽ ഇന്ന് ചത്തൊടുങ്ങിയും മതം മാറ്റപ്പെട്ടും ആട്ടി ഓടിക്കപ്പെട്ടും ജീവിക്കുന്ന 2ാം കിട പൗരന്മാരുണ്ടല്ലോ. ഈ 6 വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദു, ക്രൈസ്തവ, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ എന്നൊക്കെ പറയുന്ന
ഈ 6 തരത്തിൽപ്പെട്ടിട്ടുള്ള അവർക്ക് ഭാരതം അഭയം നൽകുകയാണ്. അവർക്ക് അഭയം നൽകരുത്, അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള അതല്ലെങ്കിൽ വെട്ടി തിന്നാനുള്ള ജീവികളാണ്, ഞങ്ങൾക്ക് മതം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ അടിമകളാക്കി മാറ്റാനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഈ വർഗത്തോട് പൂർണ്ണമായിട്ടും പറയാനുള്ളത്, എടോ മനുഷ്യനാവടോ. എത്രയോ നൂറ്റാണ്ട്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടുകൊണ്ട് ഈ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും അഭയാർത്ഥികളായി ജീവിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകിക്കൂടാ? നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ നമ്മൾ പൗരത്വം നൽകുമെന്നുള്ളൊരു വാഗ്ദാനം. എന്നാൽ ഇന്ന് 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച് കോൺഗ്രസ് ശിഥിലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ 2ാം ചൈത്ര യാത്രയും അവസാനിപ്പിച്ചുകൊണ്ട് 3ാം യാത്രയിലേക്ക് തുടക്കം പോകുന്ന ഈ സമയത്ത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയെന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നമ്മുടെ സഹോദരരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പകരം അവർക്കെതിരെ അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള ഇരകളാണ്, ഞങ്ങൾക്ക് മതം മാറ്റാനുള്ള ഇരകളാണ്, ഞങ്ങൾക്ക് പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും വെട്ടിക്കൊല്ലാനുമുള്ള ഇരകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇത് മാത്രമേ മറുപടിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ വിഷയം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ടീച്ചർ അങ്ങോട്ട് ചൊറിഞ്ഞോടൂ. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ള ശ്രോതാക്കളെ, ചൊറിയാതെ വയ്യ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാണുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. ഒരുപാട് പ്രഹസനങ്ങൾ കാണുന്നു, പ്രതിഷേധങ്ങൾ കാണുന്നു. ഞങ്ങൾ അരയും തലയും മുറുക്കിതാ പുറപ്പെടുകയാണ് എന്ന് പറയുന്നു. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്ന നിയമം നിങ്ങൾ പേടിക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി, പൗരത്വ നിയമം ഒന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി മൂപ്പനുണ്ട്. ഈ മറുതയ്ക്ക് ഈ വിഷയത്തിനകത്ത് ഒരു കാര്യവുമില്ല എന്നുള്ളത് സത്യമാണ്. അയാൾക്ക് ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ശരി, ഒരാശ്വാസ വാക്കായിരിക്കും. 1955 പൗരത്വ നിയമം വരുന്നത് തന്നെ. പിന്നീട് അതിൽ ഭേദഗതി വരുത്തുന്ന ഒരു ബില്ലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാൻ ആരുടെ രാജ്യമാ? ഞമ്മന്റെ രാജ്യം, അള്ളാഹുവിന്റെ സ്വന്തം രാജ്യം. ബംഗ്ലാദേശ് ആരുടെ രാജ്യമാ? ഞമ്മന്റേത് സ്പ്ലിറ്റ് ആയത്. അഫ്ഗാനിസ്ഥാൻ ആരുടേതാ? നമ്മുടെ സ്വന്തം വിസ്മയ താലിബാൻകാരുടേത്. ഈ 3 രാജ്യവും ഞമ്മന്റേതാണ്, മുറിയന്മാരുടെ രാജ്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവും. 2014 ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയ 2014 മുമ്പ് 2024 അതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കള്, ഇതിനകത്ത് മുസ്ലിങ്ങളില്ല, സിഖുകാര്, പാഴ്സി, ജൈനര്, ബുദ്ധര്, ക്രൈസ്തവര്, ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വ അവകാശം നൽകുന്നു. അതായത് ഇവര് വന്നത് എവിടെ നിന്നാ? പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും. ഇസ്ലാമിക ഭരണത്തിൽ ഇവര് അവിടെ ന്യൂനപക്ഷമാണ്, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ നെട്ടോട്ടമോടുകയാണ്. കാരണം ഇവര് പറയണ 3 മുദ്രാവാക്യങ്ങളാ. ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുക, അതുമല്ലെങ്കിൽ കഴുത്ത് നീട്ടി തന്നോ ഞങ്ങളൊന്ന് വെട്ടട്ടെ. ഈ 3 മുദ്രാവാക്യങ്ങളും അംഗീകരിക്കാൻ പറ്റാതെ നെട്ടോട്ടമോടിയ ഒരു വിഭാഗം ഒന്ന് അംഗീകരിച്ചു, ഞങ്ങൾ ഈ നാട് വിട്ടു പോയിക്കോളാം. അങ്ങനെ നാടുവിട്ടു വന്ന ആളുകളാണ് ഇവര്. അവർക്ക് മുമ്പ് കുറഞ്ഞതൊരു 11 വർഷമെങ്കിലും രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ആളുകൾക്കാണ് ഈ പൗരത്വം നൽകുന്നത്. നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ഒരു 6 വർഷമായിട്ട് ചുരുക്കുന്നുണ്ട്. വിസ, പാസ്പോർട്ട് ഒന്നുമില്ലാതെ, രേഖകളൊന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ നിലവിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് പരിഗണിക്കുന്നത്. 1946 വിദേശികളുടെ നിയമം അനുസരിച്ച്, 1920 പാസ്പോർട്ട് എൻട്രി നിയമം അനുസരിച്ചൊക്കെ അനധികൃതമായ കുടിയേറ്റം ശിക്ഷാർഹമാണ്. അതായത് ഈ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ 2015, 2016 വർഷങ്ങളില് കേന്ദ്ര സർക്കാർ പ്രത്യേകമായ വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഈ രാജ്യത്ത് തന്നെ തുടരാൻ അവർക്ക് അനുമതി നൽകി. അങ്ങനെ അത്തരം ആളുകൾക്ക് പൗരത്വ അവകാശം നൽകാനുള്ള പുതിയ പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതിവർക്ക് അറിയാത്തത് കൊണ്ടല്ല. പൗരത്വം നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥ വയ്ക്കുന്നുണ്ട്.
ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുരയും ഉണ്ടെന്ന് തോന്നുന്നു, ഇത്തരം സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ഈ ബില്ല് ബാധകമല്ല. അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിലില്ല. പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകൂ. ഇതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഓരോ അപേക്ഷയും അതാത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം. ഇതാണ് ഈ ബില്ലിലെ നിയമവ്യവസ്ഥകൾ. സംസ്ഥാന സർക്കാരുകളും അന്വേഷിക്കണം. എന്നിട്ട് ഈ 2 റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകൂ. 2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്തമായ പാർലമെന്ററി സമിതിക്ക് കൈമാറി. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കൊറോണ പിടിച്ച് വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബില്ല് പാർലമെന്റിലേക്ക് വരുന്നത്. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകുന്നു. 2019 ജനുവരി 8 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. പക്ഷേ രാജ്യസഭയിൽ പാസ്സായില്ല. അത് പാസ്സാക്കാതിരുന്ന സാഹചര്യത്തില് 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി മാറുന്നു. വീണ്ടും ഡിസംബർ 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് 9 ആഭ്യന്തര മന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 311 വോട്ടുകൾക്കാണ് ലോക്സഭയിലെ ബില്ല് പാസ്സാകുന്നത്. അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് NRC, അതിന്റെ അവസാനത്തെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു. ആ സമയത്ത് 40.7 ലക്ഷം പേര് പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറന്നു. അങ്ങനെയാണ് ഒരുപാട് പ്രഹസനങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തില് രാഷ്ട്രീയ മാനം കൈവരിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിന് മുന്നിലുള്ള മാനുഷിക പ്രശ്നമായിട്ടും അത് മാറി. അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററില് പുറത്തായ ആളുകളില് 28 ലക്ഷം ആളുകൾ ഹിന്ദുക്കളാണ്, 10 ലക്ഷം മുസ്ലിങ്ങൾ, ബാക്കി മറ്റു വിഭാഗക്കാർ അനധികൃതമായ കുടിയേറ്റക്കാരായിട്ടാണ് ഇവരെ സർക്കാർ കാണുന്നത്. അപ്പോ 28 ലക്ഷം ഹിന്ദുക്കൾ പുറത്തായപ്പോൾ അവരാരും ഒരു പ്രതിഷേധവുമായിട്ട് വന്നില്ല. 10 ലക്ഷം മുസ്ലിങ്ങൾ പുറത്തായപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം. ഇതൊരു നിയമമല്ലേ? ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ 6 മതവിഭാഗങ്ങളായ ആ നാട്ടിലെ ന്യൂനപക്ഷക്കാർ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്കാണ് പൗരത്വം. മുസ്ലിങ്ങളെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. അതുകൊണ്ട് അവരെ എടുത്ത് പുറത്താക്കുമെന്ന് ഇതിനകത്തുണ്ടോ? അപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് അസമിലെ 10 ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ഒരു രൂപത്തിലും ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. എന്നിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ DYFI സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഒരു പ്രതിഷേധമൊക്കെ കാണുന്നത്. CAA ചട്ടം മരവിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് DYFI. അവരാണിപ്പോ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. CAA ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ നിലനിൽക്കുമെന്നതുകൊണ്ട് പുതിയ ചട്ടം മരവിപ്പിക്കണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും പ്രീണിപ്പിക്കുകയും അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിറങ്ങിയ ഇവർക്ക് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു ചാകരയായിട്ട് അവർ കാണുന്നു. നിയമ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ നിയമജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയതായി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AM റഹീം MP അറിയിച്ചിട്ടുമുണ്ട്. നിലവില് 250-ൽ കൂടുതൽ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത്. ഈ പശ്ചാത്തലത്തില് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നാണ് ഈ ഹർജി പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പുതിയ ചട്ടങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗും DYFIയോടൊപ്പം തന്നെ.
അവരും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നു ഡിവൈഎഫ്ഐയുമായിട്ട് ചേർന്നിട്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഈ നിയമത്തെ കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ ഈ പറയുന്നത്? പെട്ടെന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അന്ന് സുപ്രീം കോടതിയെ അറിയിച്ചതെന്നും ഈ ചട്ടങ്ങൾ ഇപ്പോൾ പുതിയ ചട്ടം പുറത്തിറക്കിയതുമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നുമാണ് പാണക്കാടിന്റെ അഭിപ്രായം. പുതിയ ചട്ടങ്ങള് ഒരു തരത്തിലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സമാന മനസ്കരുമായി ചേർന്ന്, അതായത് ഡിവൈഎഫ്ഐ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരുമായി ചേർന്ന് ഇതിനെതിരെ പോരാടും എന്നാണ് ഇപ്പോൾ നമ്മുടെ സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അഖിലേന്ത്യാ മുസ്ലിം നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് പ്രശ്നമാക്കണ്ട, ഇത് മുസ്ലിങ്ങളെ ഒരു രൂപത്തിലും ബാധിക്കുന്ന വിഷയമല്ല, ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭേദഗതി നിയമം സുപ്രീം കോടതിയെ സമീപിക്കാൻ കൂടുതൽ സംഘടനകൾ ഒരുങ്ങുവാണ്. സംസ്ഥാന സർക്കാരിനോടൊപ്പം വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും ചേരുകയാണ്. അങ്ങനെ എല്ലാം കൂടി എന്തോ മുസ്ലിങ്ങളെ ഒക്കെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കുന്ന ഒരു നിയമമായിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുവാണ്. അതായത് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത് വഴി സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ടാകും എന്ന തോന്നൽ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുക. നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയില് എന്ത് തരത്തിലുള്ള തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമപരിശോധന ഇതുവരെ തുടങ്ങാത്ത സാഹചര്യത്തിൽ വീണ്ടും മുസ്ലിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്നിവർക്ക് വരുത്തി തീർക്കണം. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല. ഇന്നലെയാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. നമുക്ക് മാത്രം പറ്റില്ല എന്ന് എങ്ങനെ പറയും? എങ്ങനെയാണ് ഈ നിയമത്തെ മറികടക്കേണ്ടത് എന്ന ആലോചനയിലാണ് ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ. അതായത് ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിന് ഇത് വിരുദ്ധമാണ് എന്നിവർക്ക് വരുത്തി തീർക്കണം. കേന്ദ്ര നിലപാട് എപ്പോഴും ജനാധിപത്യ വിരുദ്ധമാണെന്നും മുസ്ലിം വിരുദ്ധമാണെന്നും വരുത്തി തീർക്കണം. അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി നിയമപരമായി നിലനിൽക്കില്ല എന്നും അതിലൊരിക്കലും തങ്ങൾ തയ്യാറാകില്ല എന്നും ഈ നിയമ ഭേദഗതിയിൽ നിന്ന് കേരളം മുക്തമാണെന്നും പറഞ്ഞ് കേരളത്തെ വിശ്വസിപ്പിക്കുക, അതുവഴി കുറച്ച് മുസ്ലിങ്ങളുടെ ഐക്യം നേടിയെടുക്കുക, ഇത് മാത്രമാണ് നമ്മുടെ പിണറായി സഖാവിന്റെ ലക്ഷ്യം. നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗിനോടൊപ്പം സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെതിരെ ആര് നിന്നാലും അവരെ പ്രതിരോധിക്കാൻ ആര് മുന്നോട്ട് വരുന്നോ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. അതായത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇത് എന്ന് വരുത്തി തീർക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. അതിനോടൊപ്പം നിൽക്കുന്ന നയം തന്നെയാണ് പിണറായി സഖാവും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ഹർജി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഡിവൈഎഫ്ഐയും സുപ്രീം കോടതിയെ സമീപിക്കുന്നു, കേന്ദ്ര സർക്കാരും സമീപിക്കുന്നു, മുസ്ലിം ലീഗും സമീപിക്കുന്നു. നിയമം നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് നമ്മുടെ എ റഹീം പറഞ്ഞിരിക്കുന്നത്. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്ന് കയറി വരുന്ന മുസ്ലിങ്ങളെ മാത്രം പൗരത്വം നൽകുകയും മറ്റവരെയൊക്കെ അടിച്ച് പുറത്താക്കുകയും ചെയ്താൽ അത് മതത്തിന്റെ പരിധിയിൽ വരുമോ? ഭരണഘടനയോടുള്ള വെല്ലുവിളി ശരിക്കും നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും അവരുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകളുമാണ്. ഇതിനെതിരെ, ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇവരൊരുങ്ങുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നല്ല മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. വിദ്യാഭ്യാസവും വിവരവുമുള്ള, പത്രം വായിക്കുന്ന, രാജ്യത്ത് നടക്കുന്ന സകലമാന കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയുന്ന ആളുകൾ പറയുന്നുണ്ട്, ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ നിയമത്തിനെതിരെ നിരവധി ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നത്. ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഈ തിടുക്കത്തിൽ തന്നെ ഇവരും തിരിച്ച് ഹർജിയുമായി പോകുകയാണ്. രാജ്യത്തെ വംശീയമായി ഒരു റിപ്പബ്ലിക് ആക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമ്മുടെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും പറഞ്ഞു വെക്കുക മാത്രമല്ല, അത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്ത് വിഷമിക്കേണ്ട,
ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കാനും നമ്മുടെ പിണറായി സഖാവ് മറക്കുന്നില്ല. അതായത് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? ഈ വാഴകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. മുസ്ലിം രാജ്യത്ത് നിന്നു വന്ന, അവരുടെ പീഡനം സഹിക്കവയ്യാതെ വന്ന ശേഷിക്കുന്ന തുലോം തുച്ഛം ഈ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ളത്. അവരെവിടെ പോകും? അവർക്ക് പോകാൻ വേറെ ഒരു നിവൃത്തിയുമില്ല. ഇപ്പോ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണം ആരംഭിച്ചു. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അഭയാർത്ഥികളാക്കപ്പെട്ടതാരാ? അഫ്ഗാനികൾ തന്നെയാണ്. ഈ അഫ്ഗാനികൾ എവിടേക്കാ ചേക്കേറിയത്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അപ്പൊ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം ആ രാജ്യം കൊണ്ടുവന്നാൽ, ഇതുപോലെ ഏതെങ്കിലും തുക്കടാച്ച് സംസ്ഥാന സർക്കാരുകൾ അതിനെതിരെ നിന്നാൽ നിങ്ങൾ എന്തു പറയും? അപ്പൊ ഇതൊരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ. കൃത്യമായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത്, പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ല. ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം ഇതുപോലെ ഇല്ലാതാകില്ല. മുൻ വർഷങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായത് തെറ്റിദ്ധാരണ മൂലം ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു. കേന്ദ്രത്തെ പിന്തുണച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത്, ഇതെങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത്? ഇവിടെ സത്യത്തിൽ ഒരു ചിരി വരുന്നത്, കാരണം ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നൊക്കെ നമ്മുടെ മുൻപിൽ മേനി നടിച്ച് നടക്കുന്ന, അത് സഖാക്കന്മാരായിക്കോട്ടെ, മുസ്ലിം ലീഗുകാരായിക്കോട്ടെ, SDPക്കാരായിക്കോട്ടെ, PDP, INL, ഏത് വിഭാഗമായിക്കോട്ടെ, ഇനി നമ്മുടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരൊക്കെ എല്ലാവരുടെയും, നമുക്കറിയാം, പാല് കുടിക്കുന്ന പൂച്ച, കണ്ണ് ചിമ്മിക്കൊണ്ട് പാല് കുടിക്കുന്ന പൂച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത്തരത്തിൽ കണ്ണ് ചിമ്മിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം, ഇന്ന് പകലാണ് എന്ന് ഇപ്പോൾ രാത്രി പറയുമ്പോൾ അത് പകലായിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പെരുമാറുമ്പോൾ, ഇതിൽ ബുദ്ധിയില്ലാതെ അതല്ലെങ്കിൽ അതിനനുസരിച്ച് തുള്ളുന്ന പാവകളാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ? ഇത് വലിയ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പഴയ കാലത്തെ പോലെയൊന്നുമല്ല. ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ കൃത്യമായിട്ടും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും, അത് ഇവരുടെ ഒരു ജിഹാദാണോ എന്ന് പോലും നമ്മളൊക്കെ മുൻപ് സംശയിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് ആഹ്വാനങ്ങളും ഒക്കെ രംഗത്ത് വന്നിരുന്നു. അത് ഭരണ തലത്തിലായിക്കോട്ടെ, ഇനി വേണ്ട ഈ സംസ്ഥാനം ഭരിച്ചാലും അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നതായിക്കോട്ടെ, കോടതികൾ ഭരിക്കുന്നതായിക്കോട്ടെ, പച്ചവെളിച്ചം പോലീസ് നമ്മൾ കണ്ടു, ഈ അടുത്ത നാളിൽ പച്ചവെളിച്ചം കോടതിയും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ എല്ലാ നിലകളിലും കയറി പറ്റണം, അതിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം നിങ്ങൾക്ക്. ആ രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇവർ കൃത്യമായിട്ടും ഈ പച്ച നുണ പടച്ചു വിടുമ്പോൾ, വെറും ഒരു പേപ്പറിൽ മാത്രമുള്ള ഒരു ഡീറ്റെയിൽസ്, CAA എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഏതൊരാൾക്കും അത് ഗൂഗിൾ ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും. അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ഭാരതത്തിൽ സംസാരിക്കുന്ന ഏത് ഭാഷയിലും അത് അവൈലബിൾ ആണ് എന്നിരിക്കെ പച്ച നുണ പറയുന്ന പിണറായി വിജയൻ, നമുക്കറിയാം ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുള്ള സ്റ്റാലിൻ, അവിടെ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമ നടൻ, എന്തോ ഒരു അന്ന പ്രിജി ജോസഫോ അങ്ങനെ എന്താണ് അയാളുടെ ശരിക്കുള്ള പേര്, അയാൾ വിജയ് എന്നുള്ള പേരിൽ ഹിന്ദുക്കളുടെ ആ ഒരു സിനിമ കാണാനുള്ള ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിച്ച പേരാണ് എന്ന് പോലും നമ്മൾക്കറിയാം. ആ വിജയ് എന്ന് പറയുന്ന അന്ന പ്രിജി ജോസഫ് എന്ന് പറയുന്ന ഈ ചങ്ങാതി പോലും പറഞ്ഞത് ഇവിടെ നടത്താൻ പാടില്ല, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണ്, മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനുള്ളതാണ് ഇവൻ പറയുമ്പോൾ, ഇവരുടെ ഈ ജമാഅത്ത് മുസ്ലിം, ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പോലും പറയുന്നു ഇത് മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ളതല്ല, മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് അവർക്കൊന്നും സംഭവിക്കാനുള്ളതല്ല, ഇത് തെറ്റിദ്ധാരണാജനകമായിട്ട് പ്രചരിപ്പിക്കുന്ന അതിൽ ആരും വീഴരുത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസം ഈ വിജയനെ പോലെയുള്ളതും അതല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള, സ്റ്റാലിനെ പോലെയുള്ള, SDP, PDP പോലുള്ള, അതല്ലെങ്കിൽ INL പോലെയുള്ള മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ പോലും പ്രവർത്തിക്കുന്ന അത്തരത്തിൽ പോയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും പറയുന്ന ആ പ്രചാരണങ്ങളാണ് അവരുടെ വാക്കാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി, നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെ പോയി, നിങ്ങളുടെ സംസ്കാരം എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇന്ന് ഏതൊരു മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാനാവും. അത് ഏത് മേഖല എന്നുള്ളതിലല്ല, എല്ലാ മേഖലകളിലും ഉണ്ട് നിങ്ങൾ. അത് നിങ്ങൾക്ക് വെറുതെ ഭിക്ഷയായിട്ട് കിട്ടിയതല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കിട്ടിയതാണ്. നിങ്ങളുടെ തലച്ചോറ് കൃത്യമായിട്ടും നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പ്രയോഗിച്ചത് കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ ഈ രാജ്യത്തിനെതിരെ, ഈ രാജ്യത്തിനകത്തെ നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന സവർക്കറായാലും അതല്ലെങ്കിൽ മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന് വരാനിരിക്കുന്ന നാളുകളിൽ ഭാരതത്തിന്റെ ശത്രുവായി മാറുന്നത് ഭാരതത്തിനകത്തൊളിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ക്ഷുദ്ര ശക്തികളാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അവർ കണ്ടുപിടിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പക്ഷെ അവർ അന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആരും ഇത്ര തീവ്രമായിട്ട് ചിന്തിച്ചില്ല. കാരണം വെറും 3 കോടി ഉണ്ടായിരുന്ന ഇവരെന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുക എന്ന ചിന്തയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ 2012 ആ സെൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ 21 കോടിയിലേക്ക് എങ്ങനെയാണ് ഇവർ വളർച്ച പ്രാപിച്ചതെന്നും ആ വളർച്ച നമ്മുടെ ഭാരതത്തിന്റെ വളർച്ച
വളർച്ചയ്ക്ക് വേണ്ടി ഇവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും, ഭാരതത്തിനെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നതെന്നും, എന്നാൽ ഈ അന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഈ പറയുന്ന പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഈ ബംഗ്ലാദേശ് ആയി കഴിഞ്ഞാലും അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പാവം പിടിച്ച എന്താ പറയാ മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഇസ്ലാമിക രാജ്യമായി മാറ്റപ്പെട്ട, ഒരുപക്ഷെ നമ്മുടെ ഈ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റപ്പെടാൻ ഒരു പക്ഷെ സാധ്യതയുണ്ട്. കാരണം 2012 ശേഷമുള്ള ഇവിടുത്തെ ജനസംഖ്യ എത്രയുണ്ട് എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷെ ഭാരതം ഒരു മുസ്ലിം രാജ്യമായി എന്ന് ചിന്തിച്ചു നോക്കും, അവിടെ എന്തായിരിക്കും ഇപ്പോൾ ഞാൻ അടക്കമുള്ള, അതല്ലെങ്കിൽ ഒരു ജോസഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഹിന്ദുവോ, ഈ പറയുന്ന ബുദ്ധ, ജൈന, പാഴ്സി, അല്ലെങ്കിൽ സിഖോ ആവട്ടെ, ഇവരിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് പാകിസ്ഥാനിലെ ഈ ശതമാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് 22% ഉണ്ടായിരുന്ന ഈ വിഭാഗക്കാർ ഇന്ന് മരുന്നിന് പോലും അവിടെ ഇല്ലാതായത് എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മരുന്നിന് ബാക്കിയുള്ള 1% ഉണ്ടല്ലോ, ആ 1% അവിടെയുണ്ട്. അതിൽ നിന്ന് കുറേയേറെ ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ടുണ്ട്. ആ 2014 മുൻപ് ഇവിടെ ഓടി എത്തപ്പെട്ട അവർക്ക് ഈ പറയുന്ന പൗരത്വം കൊടുക്കുമ്പോൾ എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ ഇത്ര കണ്ട് ഈ വ്യാകുലത പൂണ്ടുകൊണ്ട് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പാവങ്ങളുടെ ശേഷിക്കുന്ന ജീവനെങ്കിലും തങ്ങളുടെ ഭാരതം, എന്റെ പെറ്റ നാട്, ഒരേ അഖണ്ഡ ഭാരതമായിരുന്ന ഈ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയത് കൊണ്ട് മാത്രം, ന്യൂനപക്ഷം ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ ഭാര്യ, അതല്ലെങ്കിൽ എന്റെ സഹോദരിമാർ, എന്റെ അമ്മ എന്റെ കൺമുൻപിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നു, മതം മാറ്റപ്പെടുന്നു, എന്റെ പുരുഷന്മാരെ, എന്റെ സഹോദരനായിക്കോട്ടെ, എന്റെ അച്ഛനായിക്കോട്ടെ, അത്തരത്തിലുള്ള എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും വളരെ ക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നുകൊണ്ടും ബാക്കിയുള്ളവരെ മതം മാറ്റിക്കൊണ്ടും ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പൗരത്വം തരുന്ന ഈ BJP സർക്കാർ ആയിക്കോട്ടെ, NDA സർക്കാർ ആയിക്കോട്ടെ, ഇതിൽ ഏത് സർക്കാർ എന്നുള്ളതല്ല യാഥാർത്ഥ്യം. മനുഷ്യനാണ് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനെ എതിർക്കാതിരുന്നൂടെ എന്ന് പറയേണ്ടതുണ്ട്. കാരണം ജവഹർലാൽ നെഹ്റു ആയാലും ലിയാഖത്ത് അലി ആയാലും അന്ന് അവർ വെച്ചിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ രൂപീകരിച്ച സമയത്ത് അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ട്. കാരണം ഭാരതം വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ആയ സമയത്ത് നിങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഇവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് അവർ എഴുതി വാക്കാൽ തയ്യാറാക്കിയ ഒരു കരാർ ഇവിടത്തെ കൃത്യമായിട്ട് ഇവിടെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള, ഒരിക്കലും ഞങ്ങൾ സമാധാന മതസ്ഥരാണെന്നും പറഞ്ഞുകൊണ്ട് അന്യനെ കൊല്ലാനും വെട്ടാനും മതം മാറ്റാനും പോവാത്തത് കൊണ്ട് തന്നെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവനും സിഖും ഈ പറയുന്ന ജൈനനും ബുദ്ധനും പാഴ്സിയും ഒക്കെ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത്, ക്രൈസ്തവൻ അടക്കമുള്ളവർ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത് നിങ്ങൾ ചെയ്തത് നേരെ തിരിച്ചും. ആ തിരിച്ചതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. അവിടുത്തെ ശതമാനക്കണക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല. ഇത് തന്നെ ഗൂഗിളിൽ കൃത്യമായിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പാകിസ്ഥാൻ ഡിവൈഡ് ആയി ചെയ്യുന്ന സമയത്ത്, വിഭജിച്ചു പോകുന്ന സമയത്ത് എത്രയായിരുന്നു പാകിസ്ഥാനിലെ ജനസംഖ്യ, എത്രയായിരുന്നു ഭാരതത്തിലെ ജനസംഖ്യ, അതിൽ എത്രയായിരുന്നു മുസ്ലിങ്ങൾ, എത്രയായിരുന്നു പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ ഹിന്ദു, ഈ പറയുന്ന 6 വിഭാഗങ്ങൾ, ഈ ഭാരതത്തിലെ മുസ്ലിങ്ങളും ഹൈന്ദവരടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ജനതയും എന്ന് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ അത് പരിശോധിക്കുക. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഈ ശോഷണം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ഉത്തരം കിട്ടും. അവിടെയാണ് സമാധാന മതത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാനാവുക. ആ സമാധാനമായിരിക്കില്ല ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന വാക്ക് തന്നെയാണ് മോദി സർക്കാർ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ നമുക്ക് കാണാനാവുക. അത്തരത്തിൽ കാണുമ്പോൾ അതിനെ ആ സഹിഷ്ണുതയോടുകൂടി ഏറ്റെടുക്കുക. കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങളിലെ പണ്ഡിതന്മാർ തന്നെ പച്ചയ്ക്ക് പറയുന്നു. നിങ്ങളിലെ വിവരമുള്ളവർ തന്നെ ഈ മതം പുഴുങ്ങി ജീവിക്കാത്ത, മതം വിഴുങ്ങി ജീവിക്കാത്ത, എന്നാൽ മതം വിഴുങ്ങി ജീവിക്കുന്നവരും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് എന്തിനാണ് ഈ പാവം പിടിച്ച ജനങ്ങളുടെ, ആ പാവങ്ങളുടെ അവരുടെ കഞ്ഞിയിൽ നിങ്ങൾ പാറ്റിയിടുന്നത് മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള ഇനി ബാക്കി വരുന്ന ജന്മം നോക്കൂ, 10, 60, 70, 80 വയസ്സായിട്ടുള്ള ആളുകൾ പോലുമുണ്ട് ഇക്കൂട്ടത്തിൽ. അവർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകളെങ്കിലും അവർക്ക് അവരുടെ പെറ്റനാടിൽ ഉള്ള സമാധാനത്തോടു കൂടി ഞാനും ഒരു ഭാരതീയ പൗരനായി, ഒരു ഭാരത പൗരനായി മാറിയല്ലോ നാം, ആ അഭിമാനത്തോടെ ആ ഒരു സന്തോഷത്തോടെ മരിക്കാനുള്ള ഒരു അവസരമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ? നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ആ വിഷം തലയിൽ കുത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ ദുഷ്ടത്തരമുണ്ടല്ലോ, ആ ദുഷ്ടത്തരം ഒരു ദിവസം നിങ്ങളെ വീണ്ടും തിരിഞ്ഞു കടിക്കുമെന്നുള്ളത് നിസ്സംശയം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ശോഷിച്ചു പോയതെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ആദ്യത്തെ നെഹ്റു മുതൽ തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് അവസാനമുള്ള ആ ഒരു അംഗത്തെ, ഈ സോണിയ ഗാന്ധി അടക്കമുള്ള, സോണിയ ഗണ്ഡി അടക്കമുള്ള, ഇന്നുള്ള അതല്ലെങ്കിൽ രാഹുൽ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ഈ ഗണ്ഡികളടക്കമുള്ള ഇവരെന്താണ് ഇന്ന് ഈ നാടിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളതെന്നും എന്താണ് ഇവരുടെ ഇന്നത്തെ ജീവിത അവസ്ഥയെന്നും ഏത് രീതിയിലാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ആ ശോഷണം കൃത്യമായിട്ട് സംഭവിച്ചത്
ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഭൂരിപക്ഷ ജനതയെ എല്ലാ കാലവും അടിച്ചമർത്തിക്കൊണ്ട് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ബ്രിട്ടീഷുകാരായാലും മറ്റ് അന്യമതസ്ഥരായിട്ടുള്ള പല രീതിയിലുള്ള ഭരണകർത്താക്കൾ നമ്മുടെ നാടിനെ അടിമത്തം പേറ്റിക്കൊണ്ട് അടിമകളാക്കി വളർത്തിയ ആ സമയത്തും നമ്മളുടെ ആ ഒരു വിട്ടുകൊടുക്കാത്ത ആ തീക്ഷ്ണമായിട്ടുള്ള ആ ദേശീയതയുണ്ടല്ലോ, ആ ദേശീയത കൊണ്ട് തന്നെയാണ് ഇന്നും ഭാരതം ഇന്നും ലോകത്ത് നമ്പർ 1 ആയി ഉയർന്നു വരുന്നതെന്ന് പറയേണ്ടതുണ്ട്. ഏതായാലും അതിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന്റെ മൂന്നാമതും കിരീടം ചൂടാനിരിക്കുന്ന ഈ വേളയിൽ കൃത്യമായിട്ടും അവരുടെ തിരഞ്ഞെടുപ്പിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായിട്ടും നടപ്പിലാക്കുമ്പോൾ CAA നിലവിൽ വന്നു എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും, ഇവിടുത്തെ മനുഷ്യർ എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും മറ്റ് 6 വിഭാഗത്തിൽപ്പെട്ട മറ്റ് എട്ടനവധി ജാതി മതസ്ഥരായാലും അവർ അഭിമാനത്തോടെ തന്നെയാണ് കാണേണ്ടത്. കാരണം മനുഷ്യനാകണം, ഞങ്ങളിലുള്ള ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല, മുസ്ലിം രക്തം ഞങ്ങളിലില്ല, ഹിന്ദു രക്തം എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളൊക്കെ ആരുടെ രക്തത്തിന് വേണ്ടിയാണ്, ആരുടെ രക്തം ഏറ്റിക്കൊണ്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് അന്നം കഴിക്കുന്നതിന് മനസ്സിലാവും. നിങ്ങൾ സംഘിയെന്നും ചാണകമെന്നും സുഡാപ്പി എന്നും അതല്ലെങ്കിൽ കമ്മിയെന്നും കൊങ്ങിയെന്നും ഇവിടെ തരം തിരിച്ചുകൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ സാധാരണക്കാരായുള്ള ജനങ്ങൾ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസൽമാനായാലും അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് എത്ര ശതമാനം ഹിന്ദുക്കൾ അതല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മീഡിയകളൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇപ്പൊ അവര് എത്ര ശതമാനമാണുള്ളത്? 0% ഉള്ളൂ, 1% പോലും ഇല്ല. അവരൊക്കെ എവിടെ പോയി? അവരെങ്ങനെയാണ് ശോഷിച്ചത്? ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളിലെങ്കിലും ഇവരെ ചർച്ചയ്ക്കെടുക്കേണ്ടതാ. ഇവിടെ CAA സമരം അല്ലെങ്കിൽ CAA സമരം നടന്ന സമയത്ത് നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലെയും വാർത്തകള് CAA നടപ്പിലാക്കില്ല എന്ന ടൈറ്റിലുകൾ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. NRC CAA പ്രശ്നം വന്ന സമയത്ത് നമ്മള് ജവഹർലാൽ നെഹ്റു കോളേജില് JNUവിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. അതിന് നമ്മുടെ കേരള സർക്കാർ എല്ലാ രൂപത്തിലും അവർക്ക് പിന്തുണ നൽകി അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇവിടെ ഞാൻ ആലോചിക്കുമ്പോ ചൊറിയണമെന്ന് തോന്നിയ ഒരു വിഷയം എന്തെന്നാ, കേരളത്തിൽ CAA നടപ്പിലാക്കില്ലെന്ന് ഈ മറുത മന്ത്രി എങ്ങനെ പറയും? അത് കേട്ട് വിശ്വസിക്കാനും അന്തസ് കൈയടിക്കാനും കുറെ ഊളകൾ, ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളുകളാണോ നമ്മുടെ മലയാളികൾ എന്ന് തോന്നിപ്പോയി. അതായത് കേന്ദ്രമാണ് ഈ വിഷയ സംബന്ധമായി പൗരത്വം സംബന്ധമായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. ഇതില് ഈ മറുതാമന്ത്രിയുടെ റോൾ എന്താ? CAA മാനദണ്ഡം അനുസരിച്ച് 2014 ഡിസംബർ 31 മുമ്പ് അഭയാർത്ഥികളായി വന്ന പൗരത്വ അപേക്ഷകരില് ഒരാളെങ്കിലും കേരളത്തിലുണ്ടോ? എന്നാൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊള്ള കീറുന്നത് എന്ന് പറയാമായിരുന്നു. ഇവരൊന്ന് കാണിക്കട്ടെ. ഈ CAA മാനദണ്ഡ പ്രകാരം പുറത്തു പോകുന്ന ആളുകൾ, മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഇവർ പറയുന്ന മുസ്ലിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്നാണല്ലോ. എത്ര മുസ്ലിങ്ങൾക്കാണ് പൗരത്വം വേണ്ടത് എന്ന് നമ്മുടെ പിണറായി വിജയൻ ഒന്ന് കേന്ദ്രത്തെ അറിയിക്കട്ടെ. അല്ലെങ്കിൽ മുഴത്തിന് 300 വട്ടം പ്രസ് മീറ്റ് നടത്തുന്ന ആളല്ലേ, ഒന്ന് നടത്തി പറയട്ടെ. 1. 2, എത്ര ഈ 6 വിഭാഗത്തിൽപ്പെട്ട ഈ 6 മതവിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികളായ എത്ര പേരാണ് ഈ കേരളത്തിലുള്ളത്? എത്ര പേരാണ് ഈ അപേക്ഷകൾക്ക് നിദാനമാകുന്നത് എന്ന് അദ്ദേഹം ഒന്ന് പറയട്ടെ. 2012 CPM പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നരേന്ദ്രമോദി CAA നടപ്പിലാക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ 3 അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് മതപരമായ വിവേചനം അനുഭവിക്കുന്ന, നമുക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. നമ്മളൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ന്യൂനപക്ഷ വിവേചനത്തിനെ കുറിച്ച് നമുക്കറിയില്ല, നമുക്ക് അനുഭവങ്ങളില്ല. ഇങ്ങനെ അഭയാർത്ഥികളായി 2014 ഡിസംബർ 31 വരെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള ഈ നിയമം
ദേശീയ പൗരത്വ നിയമ ഭേദഗതി നിയമം. ഈ CAA ഏത് രൂപത്തിലാണ് കേരളത്തെ ബാധിക്കുന്നത്? ഇത് ഏത് രൂപത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നത്? അത് പറഞ്ഞ് വിശദീകരിച്ചിട്ട് വേണ്ടേ? എന്നാ പിന്നെ നമുക്ക് പോകാം അല്ലേ സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞ് പിന്നെ താറുടുത്ത് ഓടിപ്പോകേണ്ടതുള്ളൂ. മതപരമായ പീഡനം നേരിട്ട് അഭയാർത്ഥികളായ ഈ 6 മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഇവർ മാത്രമേ അഭയാർത്ഥികളായിട്ട് ഇവിടെ ഉള്ളൂ. ഇവർക്കാണ് CAA പൗരത്വം നൽകുന്നത്. ഒരാളുടെയും പൗരത്വം റദ്ദ് ചെയ്യാനല്ല ഈ നിയമം. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനുള്ള മനുഷ്യാവകാശപരമായ നടപടി ഇവർക്ക് പറയാം. ഈ 6 മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല? മുസ്ലിങ്ങളെ എടുത്ത് കളയാനല്ലേ? ശരി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല, അവരെ ചെവിക്ക് പിടിച്ച് കിണ്ടിയെടുത്ത് വെളിയിൽ എറിയുന്നൊരു നിയമം കൊണ്ടുവന്നാൽ നമ്മളും അവരോടൊപ്പം തന്നെ നിൽക്കും. കാരണം അങ്ങനെ മതത്തിന്റെ പേരിലുള്ള വിവേചനം പാടില്ലെന്ന് നമ്മൾ പറയും. അഭയാർത്ഥികളാണ്, അവര് മനുഷ്യരാണ്, അവർക്ക് പൗരത്വം നൽകണമെന്ന് പറയാം. അവര് പിന്നീട് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്നത്. രണ്ടാമത്, ഈ നെഹ്റു ലിയാഖത്ത് കരാറുണ്ടായിരുന്നു. അത് പാലിക്കുന്നതില് പാകിസ്ഥാന് സംഭവിച്ച വീഴ്ചയുടെ അടിസ്ഥാനത്തില് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട്. അതിവര് പറയുന്നില്ല, അതിവര് മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാനിലെ ഹിന്ദുക്കള്, പാകിസ്ഥാനിലെ സിഖുകാര് ഏത് കാലഘട്ടത്തിൽ തിരിച്ചു വന്നാലും അവരെ സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇന്ത്യക്കുണ്ട് എന്ന് ഗാന്ധിജിയാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. 2003 മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ ഘോരമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം തന്നെ നടത്തിയിട്ടുണ്ട്. 2012 CPM പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലും ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CAA നടപ്പിലാക്കുന്നത് കോവിഡിനെ തുടർന്നാണ് മാറ്റിവെച്ചത്. അതല്ലാതെ ഇവരുടെ പ്രതിഷേധങ്ങളെ ഭയപ്പെട്ടിട്ടല്ല. ഇവർ റോഡ് കത്തിക്കുന്നു, തെരുവുകൾ അടിച്ചു തകർക്കുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു, കോലം കത്തിക്കുന്നു. ഇനി ഇവര് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടല്ല അന്ന് CAA മാറ്റിവെച്ചത്. 2019 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില് BJP നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടി ഇതോടുകൂടി പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തോന്നിപ്പോകാണ്. ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ പക്ഷം ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ റാൻമൂളികൾ ഉണ്ടല്ലോ, ഇത് കേട്ടിട്ട് കൈയടിച്ച് പിന്നാലെ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ പൊട്ടന്മാരാണ്. പൗരത്വ നിയമം നടപ്പിലാക്കുന്നതില് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിനോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒരു നാണവും മാനവും ഇല്ലാതെ എന്ത് പൊട്ടത്തരം ഞാൻ പറഞ്ഞാലും അവരതെടുത്ത് തൊള്ള തൊടാതെ വിഴുങ്ങിക്കോളും. ഞാൻ മുസ്ലിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞാൽ ഈ പൊട്ടന്മാരങ്ങ് വിശ്വസിച്ചിട്ട് എന്റെ പാർട്ടിക്ക് വോട്ട് കിട്ടും. ഇങ്ങനെ മുസ്ലിങ്ങളെ പറ്റിക്കുന്നത് ശരിക്കും കേന്ദ്ര സർക്കാരല്ല, ഈ സംസ്ഥാനത്തെ പിണറായി വിജയനാണ് മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു നിയമത്തെ ഈ രൂപത്തിൽ നഖശിഖാന്തം എതിർത്ത് സുപ്രീം കോടതിയെ സമീപിക്കാം. DYFI വരും, നമ്മുടെ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രസ്ഥാനങ്ങളെയും വിളിച്ചോ, എല്ലാ പാർട്ടികളും വരട്ടെ, വന്നോ. മുസ്ലിം ലീഗ് ഉണ്ടോ, SDPI ഉണ്ടോ, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ, എല്ലാവരും ഇങ്ങോട്ട് വരിക, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ ഒന്ന് സമീപിച്ചു നോക്കാം. CAക്കെതിരായി ഒരുപാട് സമര കോലാഹലങ്ങൾ ഉയർന്നത് നമുക്കറിയാം. ഒരുപാട് പ്രതിഷേധങ്ങള്, ഹർത്താലുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഷഹീൻ ബാഗിലൊക്കെ ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. ഇപ്പോ അതൊക്കെ നിഷ്പ്രഭമാകുന്നത് നമുക്ക് കാണാം. CPM-ഉം കോൺഗ്രസും മത്സരിച്ചതാണ്. അവരാണ് മുസ്ലിങ്ങളെ, വെറുതെ ഇരുന്ന മുസ്ലിങ്ങളെ, നമ്മൾ പറയില്ലേ വേണ്ടാത്തടത്ത് വേലിയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന് പറയുന്നത് പോലെ വെറുതെ ഇരുന്ന മുസ്ലിങ്ങൾ വികാര ജീവികളാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ആ വൈകാരികതകളും വിവേകമില്ലാത്ത എടുത്തുചാട്ടവും ചൂഷണം ചെയ്ത് ആ ചുമ്മാ ഇരുന്ന മുസ്ലിങ്ങളെ തെരുവിലിറക്കി അവർക്ക് കുറച്ച് പ്ലക്കാർഡുകളും ഉണ്ടാക്കി കൊടുത്ത് അവരെ സമരമുഖത്തേക്ക് ഇറങ്ങി അവരുടെ വാപ്പാടെയും ഉപ്പുപ്പാടെയും ഒക്കെ ജനന സർട്ടിഫിക്കറ്റും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാലേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മദ്രസ തലങ്ങൾ മുതൽ അറബി കോളേജുകൾ മുതൽ എല്ലാ കലാലയങ്ങളിലും ഇറങ്ങി
അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരെ നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് ഇവര് മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചു. അപ്പോ ഈ ആലപ്പുഴയില് ഒരു പയ്യൻ വിളിച്ച മുദ്രാവാക്യമുണ്ടല്ലോ, 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ, അവൻ പറഞ്ഞതാണ് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല, ബംഗ്ലാദേശിലും പോകില്ല. ആര് പറഞ്ഞു ഇവരോട് പോകാൻ? ആ രൂപത്തിൽ ഇവര് കൺവിൻസ്ഡ് ആണ്. അതായത് നമ്മുടെ പൗരത്വം, നമ്മുടെ വാപ്പ മുസ്ലിം ആയിരുന്നെന്നും നമ്മുടെ വാപ്പ ഇന്ത്യക്കാരനാണെന്നും നമ്മുടെ വാപ്പ ഈ കാലഘട്ടത്തിൽ ഈ ഇന്ത്യയിൽ ജനിച്ചതാണെന്നും തെളിയിക്കുന്ന രേഖകളില്ലെങ്കിൽ നമ്മൾ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഈ പാവങ്ങളായ മുസ്ലിങ്ങളെ പറഞ്ഞ് ഇടതനും വലതനും കൺവിൻസ് ചെയ്തു. അങ്ങനെ CAA അനുകൂലിക്കുന്ന ആളുകളെ വരെ ബഹിഷ്കരിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. പബ്ലിക്കില് ഇസ്ലാമോഫോബിക് ആണ് എന്ന് ഇവരാർത്തു വിളിച്ചു. തെരുവുകൾ മുഴുവനും കലാപ അന്തരീക്ഷം ഉണ്ടാക്കി. മുസ്ലിങ്ങൾ നിൽക്കക്കള്ളിയില്ലാതെ യോ ഞങ്ങളൊക്കെ ഇപ്പൊ പുറത്താകേണ്ടി വരുമോ എന്ന് പേടിച്ചു ഭയന്ന് ഈ വികാര ജീവികൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് കലാപ അന്തരീക്ഷം ഉണ്ടാക്കി. മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്ന ഒരു നിയമമാണ് എന്ന് നുണ പ്രചാരണം നടത്തി. ബൈജു മിനിഞ്ഞാന്നുകൂടി എന്റെ ഒരു സിസ്റ്റർ എന്നോട് സംസാരിക്കുകയാണ്, നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? മുസ്ലിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനാ. അവന്റെ തന്ത വിചാരിച്ചാല് ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകൂല, അവൻ എവിടുത്തുകാരനാ. ഇവരൊക്കെ കൺവിൻസ്ഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് എന്റെ ഉമ്മച്ചി പോയപ്പോ പറഞ്ഞു BJP-ക്കാരും എന്റെ വീട്ടിൽ വരണ്ടാന്ന്. ഇത് എവിടെ നിന്ന് വന്നതാ? ഒരു കമ്മി വരണ്ടെന്ന് പറയോ? ഒരു സുഡാപ്പി വരണ്ടെന്ന് പറയോ? അതായത് ഒരു ആന്റി BJPസം, ഒരു മോദി ഫോബിയ പള്ളികളിലൂടെ, മദ്രസകളിലൂടെ, മുസ്ലിം വീടുകളിലൂടെ, ഖുർആൻ ക്ലാസ്സുകളിലൂടെ നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ പുറത്താക്കുന്ന ഒരു നിയമമാണ് മുസ്ലിം വിരുദ്ധനായ നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് എന്ന് നുണ പ്രചാരണം നടത്തി മുസ്ലിം മത തീവ്രവാദികളെ ആ തീവ്രവാദത്തിലേക്ക് ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 21 ഊരിയ വളരാ തേച്ചു വെച്ചോ, നമുക്ക് ഒരിക്കൽ കൂടി അത് എടുക്കേണ്ടി വരും. 1921 തുവൂർ കിണർ പോലെ ഒരെണ്ണം കണ്ടുവച്ചോ, നമുക്ക് ഇനിയും അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി ഹിന്ദുക്കളെ കഴുത്തറുത്ത് കൊന്ന് എറിയണ്ടേ? പക്ഷേ അതുപോലെ ഒരു 21 ഇനിയും ഈ കേരളക്കരയിൽ ഉണ്ടാകില്ല. കാരണം അന്നത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളുമല്ല ഇന്നുള്ളത്. അതുകൊണ്ട് കേരളം മുഴുവനും CAA വിരുദ്ധ സമരങ്ങൾ കൊണ്ട് തീവ്രവാദികൾ അഴിഞ്ഞാടിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അവര് പുറത്താകുമെന്ന് പേടിച്ചിട്ടാ. അവര് പാവങ്ങളാ. അവരെ ഭയപ്പെടുത്തിയത് ഇടത് വലത് സർക്കാരുകളാണ്. എന്നിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അവരും ഇവർക്കൊപ്പം നിന്നു. ഇന്ന് ആ CAA ആണ് പ്രാബല്യത്തിൽ വരുന്നത്. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മതവികാരം കുത്തിയിളക്കി രാജ്യത്തെ തകർക്കാനും രാജ്യത്തൊരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനും നമ്മുടെ രാജ്യത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തി ആ രൂപത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനും ശ്രമിച്ച കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ച ഇവരുടെ നെറുകയിൽ കിട്ടിയ അടിയാണ് CAA പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ടാണ് അവർക്ക് തീരെ അങ്ങോട്ട് സഹിക്കാൻ പറ്റാതായത്. ശരിക്ക് ആസാമിൽ നിർബന്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന NRC, സത്യത്തിൽ ഈ NRC ഇവരുടെ ഒരു മുദ്രാവാക്യമാണ്. NRC ഇവിടെ നടപ്പിലാക്കില്ല, മോദിയുടെ തന്തയാണ് എന്നൊക്കെ ചോദിച്ച് ആ പ്രകടനം നടത്തി നമുക്കറിയാം. CAA കൂടെ തന്നെ സത്യത്തിൽ എന്താണ് NRC എന്ന് പോലും ഈ മണ്ടൻ മലയാളിക്ക് അറിയില്ല എന്നുള്ളത്. CAA അറിയാത്തത് പോട്ടെ, ഈ ആസാം പോലുള്ള ബോർഡർ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അത് നമ്മൾ മാത്രമല്ല, ഇവിടെ 6.5 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ്സുകാരൊക്കെ അത് പതിറ്റാണ്ടുകളായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സത്യത്തിൽ അത് ഇന്ന് NRC നടപ്പിലാക്കേണ്ട ഒരു സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ ഉച്ചത്തിൽ പറയേണ്ട ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന സംസ്ഥാനം. കാരണം ഇന്ന് നമുക്കറിയാം, പല ചാനലുകളും അവരുടെ ആ സ്ട്രിംഗ് ഓപ്പറേഷനിലൊക്കെ ഒളി ക്യാമറ ദൃശ്യങ്ങളിലൂടെ കൊണ്ടുവന്നിരുന്ന വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനികൾ പോലും ഈ കേരളത്തിൽ ഒളിവിൽ താമസിക്കുന്നുണ്ട്, ബംഗ്ലാദേശികൾ ഇവിടെ ഒളിവിലുണ്ട്, അഫ്ഗാനിസ്ഥാനികളുണ്ട് എന്നുള്ളതൊക്കെ വിവരം കൃത്യമായിട്ട് നമ്മൾക്കറിയാം. എത്രത്തോളം ഇവിടെ അന്യഭാഷാ തൊഴിലാളികൾ, പിണറായി വിജയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ അതിഥി ഭാഷ, അതല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ,
പിണറായി വിജയന്റെ അതിഥികളാണല്ലോ. ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായിട്ട് ഇവിടെ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ബംഗ്ലാദേശികൾ അതല്ലെങ്കിൽ ബംഗാളികൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ ബംഗ്ലാദേശുകാരുണ്ട്, പാകിസ്ഥാൻകാരുണ്ട്, അഫ്ഗാനിസ്ഥാൻകാരുണ്ട്, ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇന്നും പല ചാനലുകാരും വെളിപ്പെടുത്തിയിട്ടുള്ള അതിനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ബംഗാളികൾ എന്ന രീതിയിൽ വന്നിറങ്ങുന്ന നമ്മൾക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലൂടെ ഇറങ്ങി നിറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ആളുകളെ, ഈ ബംഗാളികൾ എന്ന് വിളിക്കപ്പെടുന്ന അതിക്രൂരന്മാരായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ അണിനിരത്താൻ ഇവർക്ക് പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അനൗദ്യോഗിക കണക്കാണ് 30 ലക്ഷത്തിന് മുകളിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് തന്നെ ഇവിടെ ഇത്തരത്തിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത്. അത് അവരുടെ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോ സാബു ജേക്കബിന്റെ അദ്ദേഹത്തിന്റെ ആ കിഴക്കമ്പലത്തിൽ നടന്ന ഒരു കലാപമുണ്ട്, 2 പോലീസ് ജീപ്പൊക്കെ കത്തിച്ച ഒരു കലാപം ഉണ്ടായിരുന്നു. അന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് പോലീസുകാരൊക്കെ ജീവനും കൊണ്ട് ഓടിയതും അവരുടെ ആ വാഹനങ്ങൾ കത്തിക്കപ്പെട്ടതും. മാത്രമല്ല പെരുമ്പാവൂരായാലും ഈരാറ്റുപേട്ടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂരന്മാരായിട്ടുള്ള ബംഗാളികളെ നമുക്ക് കാണാൻ പറ്റും. ഇവരെ കൃത്യമായിട്ടും ഈ ദുഷ്ടതകൾ ചെയ്യാൻ വേണ്ടി, ഇനി ഒരു പക്ഷേ ഇവിടെ ഒരു സായുധ കലാപം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ അസ്ത്രം ഗഫൂർ ഒക്കെ പറഞ്ഞ പോലെ ഒരു സായുധ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇവരുടെ ചാവേറുകളായി ഏറ്റവും മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന, ഏറ്റവും കൊടും ക്രൂരത കൊണ്ട് നടമാടാൻ കഴിയുന്ന വൃത്തികെട്ട ജന്മങ്ങൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ NRC ഇവിടെ നടപ്പിലാക്കില്ല, CAA നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ഇവരുടെ ഉദ്ദേശ സത്യത്തിൽ ഇവരുടെ ഈ പിണറായി വിജയന്റെയും മറ്റു കോൺഗ്രസുകാരുടെയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ SDPI പോലുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ ആ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ നിറയ്ക്കുന്നതും അവരാണ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. മാത്രമല്ല അവരിൽ പലർക്കും വോട്ടേഴ്സ് ID ID കാർഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സമയത്ത് പിണറായി വിജയന്റെ ആ ഒരു 2ാം കിരീടധാരണം നടന്നു കഴിഞ്ഞ ഉടനെ, ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇവിടെ 100 കണക്കിന് വോട്ടേഴ്സ് ID ഉപേക്ഷിച്ചുകൊണ്ട് ബംഗാളിലേക്കോ അതല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ഇവരെ അവരുടെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും 100ൽ പരം ഈ വോട്ടേഴ്സ് ID കണ്ടെടുക്കുന്നതുമായ വാർത്തയൊക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ആ വാർത്ത ഒന്നും കണ്ടില്ല, അതിന്റെ ഫോളോ അപ്പ് കണ്ടില്ല. അതിന്റെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അതല്ല കേന്ദ്ര സേനയും അന്വേഷിച്ചു. അതിന്റെ മറ്റു വാർത്തകൾ, ഫോളോ അപ്പ് വാർത്തകൾ ഒന്നും നമ്മൾ കണ്ടില്ല. ഇന്നിവിടെ സ്ഫോടനം നടക്കുന്ന സമയമായാലും അതല്ലെങ്കിൽ അന്യ രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനമായാലും അതിൽ നിന്നും പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം ഇന്ത്യയിൽ വെച്ചുകൊണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വെച്ച് പിടിയിലാവുന്നു. അതിൽ അന്യ രാജ്യക്കാർ പോലും ഉണ്ട് എന്നുള്ളതും, ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനമായാലും അതല്ലെങ്കിൽ ഫ്രാൻസിൽ നടന്ന ഭീകര പ്രവർത്തനമായാലും അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിൽ പോലും വന്നു പോയിട്ടുണ്ടെന്നും അവരിവിടെ അനധികൃതമായി താമസിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ, രഹസ്യാന്വേഷണ വിവരമൊക്കെ പുറത്തു വരുമ്പോൾ സത്യത്തിൽ NRCക്കെതിരെ സമരം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവർഗർ പ്രചോദിപ്പിച്ചു വിട്ടുകൊണ്ട് ആ ഒരു തെഹ്ലിയെ, എന്തോ ഒരു ലീഗിന്റെ ഒരു ലേഡിയൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമൊക്കെ ആ ഒരു ഈ തീച്ചൂള പോലെ കണക്ക്, അതല്ലെങ്കിൽ രക്തം തിളപ്പിക്കുന്ന കണക്ക് ആ പെൺകുട്ടിയൊക്കെ വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത്തരത്തിൽ NRCക്കെതിരെയും CAAക്കെതിരെയും സമരം ചെയ്യുന്നതിലൂടെ ഇവിടെ ഇസ്ലാമിക ഭീകരന്മാർ, അന്യ രാജ്യത്ത് നിന്ന് വരുന്ന ഭീകരന്മാരായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭീകരന്മാരായാലും അവരെ കേരളത്തിൽ ഓൾറെഡി നിറച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയനായാലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ആയാലും ഇതിനെതിരെ ഇത്ര കണ്ട് വാളും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അല്ലാതെ വെറും മുസ്ലിം പ്രീണനം കൊണ്ട് മാത്രമായിരിക്കില്ല. കാരണം മുസ്ലിം പ്രീണനം നടത്തി കഴിഞ്ഞാലും ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ നാളെ അത് തിരിച്ചറിയുന്ന അറിവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പരിധിയുണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണകൾ പറയാൻ. പക്ഷെ ഇത്തരത്തിൽ ഇസ്ലാമിക കൊടുംഭീകരന്മാർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു, അവർക്ക് വോട്ടേഴ്സ് ID കൊടുത്തിരിക്കുന്നു. ഇതിപ്പോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഏതോ ഒരു ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചങ്ങാതിയെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോ അതോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെ ആക്കിയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു. അപ്പോൾ അവൻ അത് കൊടുക്കുന്ന നേരത്ത് ഇവർ അവന് വോട്ട് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ അവർക്ക് കള്ളവോട്ട് ചെയ്യാനും ഭീകരത ചെയ്യാനും കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഗുണ്ടകളായി കൊലപാതകം നടത്താനും വേണ്ടി ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്ന രീതിയിൽ അന്യദേശക്കാരെ മാത്രമല്ല അന്യ രാജ്യക്കാരെ പോലും ഇവിടെ പോറ്റി വളർത്തുന്നുണ്ടെങ്കിൽ അത് NRC പോലുള്ള ഏറ്റവും കൂടുതൽ ആ ഒരു രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത്, NRC നടപ്പിലാക്കേണ്ടത്, പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കേണ്ടത് കേരളം കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അത് തന്നെയായിരിക്കാം പിണറായി വിജയൻ അടക്കമുള്ള ഇസ്ലാമിക ഭീകര പാർട്ടികൾ അടക്കമുള്ള ഇവരുടെ ഈ ഒരു പ്രതിഷേധത്തിന് കാരണം എന്ന് കൂടി ചിന്തിച്ചാലും അതിനെ കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും. അല്ല, ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയാൻ
ഈ കേരളം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും നല്ല രൂപത്തിൽ വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ ഈ ഒരു വാക്കുണ്ടല്ലോ, അന്വർത്ഥമായി, വളരെ അവസരോചിതമായിട്ടുള്ള ഒരു വാക്കാണ്. ഇതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതായത് ഈ നിയമത്തിന്റെ മറവില് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഇവിടെയും മതം കൊണ്ടുവരിക, മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർത്തുക, എന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഇടതനും വലതനും ശ്രമിക്കുകയാണ് ഈ ചെയ്യുന്നത്. അപ്പം വളരെ കൃത്യമായി സുരേന്ദ്രൻ അതങ്ങ് പറഞ്ഞു. ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല. ഈ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്കു വേണ്ടിയല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. എന്നിട്ടും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഈ 6 മതവിഭാഗക്കാരോട് എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും നമ്മുടെ പിണറായി വിജയനും ഇത്രയധികം കലിപ്പുള്ളത്? അവരിവരെ എന്തെങ്കിലും ചെയ്തോ? അവരുടെ രാജ്യങ്ങള് പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവരുടെ മതത്തിന്റെ പേരില് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഇവർക്ക് ഇത്ര കലിപ്പെന്തിനാ? അവർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു നിയമത്തോട് ഇവരെന്തിനാണ് ഇത്രയധികം പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? അതും നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയല്ലേ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നത്? ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയല്ല എന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ തന്നെ പറയുന്നു. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്ക്, നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ട് ഒരുതരം പ്രീണനമാണ് ഇവിടെ നടക്കുന്നത്. പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ പിണറായി വിജയനെ ആരെങ്കിലും പൗരത്വത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടോ? ആ സംഘടനയിലോ അതല്ലെങ്കിൽ ആ വിഭാഗത്തിലോ എന്നാ പൗരത്വം കൊടുക്കണോ വേണ്ടേ എന്ന് ഇദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കേന്ദ്രം ചോദിച്ചോ? കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചോ? പൗരത്വത്തിന്റെ കാര്യമെല്ലാം ജില്ലാ കളക്ടർമാരാണ് ചെയ്യുന്നത്. അത് ആലോചിച്ച് മുഖ്യമന്ത്രി വിഷമിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ചോദിച്ചത് പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യമെന്ന്. വളരെ കൃത്യമാണ്. കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല. വളരെ കൃത്യമാണ് ആ അസസ്മെന്റ്. CAA നമ്മുടെ നാട്ടില് നിയമമായി കഴിഞ്ഞു. ഇനി കുറച്ചിട്ടൊരു കാര്യമില്ല. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കൊല്ലത്ത് ഡിറ്റൻഷൻ സെന്റർ ഉണ്ട്. അത് തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രി അല്ലെ? എന്നിട്ട് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് അനധികൃതമായി കടന്നു കയറി വന്ന ഇവരെ പാർപ്പിക്കുന്നതിനു വേണ്ടി ക്യാമ്പ് തുടങ്ങിയത് ഈ കേരളത്തിലാ. ഒന്ന്. രണ്ടാമതായിട്ട് അവരെ ബംഗാളികൾ എന്ന് പറയല്ലേ, അവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയല്ലേ, അതിഥികൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ സുഖിപ്പിച്ച ആൾക്കാരാ. കാരണം ഈ വരുന്നത് എവിടെ നിന്നാണെന്നും ഈ വരുന്നത് ആരാണെന്നും കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം. അപ്പോ ആദ്യം CAA നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമായിരിക്കണം എന്ന് പിണറായി വിജയൻ നിഷ്കർഷിക്കേണ്ടതിന് പകരം ആ നിയമം പാസ്സാക്കാത്തതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം കേരളമായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പറയും. മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് CAA. മോദി സർക്കാർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. പറയാത്തത് കൂടി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. നമ്മളാണെങ്കിലോ വോട്ട് പിടിക്കാൻ വേണ്ടി ആ നാട്ടിൽ വരും, കുറെ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ വരുവോ? നമ്മുടെ ഗുണ്ടാ തൊഴിലാളി ഉണ്ടായിരുന്നല്ലോ, ഷാജൻ സ്കറിയെ വീഴ്ത്താൻ വേണ്ടി വന്ന കാക്ക, അൻവാർ കാക്കയെ കുറിച്ചിട്ടൊക്കെ നാട്ടുകാർ പറയുന്നത് കേട്ടില്ല. അദ്ദേഹത്തെ പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാന്ന്. അതുപോലെയൊക്കെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആയിരുന്നില്ല, അതൊക്കെ പാലിക്കപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ CAA-ക്കെതിരെ കേരളത്തില് സമരം ചെയ്യാൻ UDF-നും LDF-നും ധൈര്യമുണ്ടാകും. കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇനി പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? മതത്തിന്റെ പേരിൽ, മറ്റ് സംഘടനകളുടെ പേരിലല്ല. പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പീഡനമില്ല, ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പീഡനമില്ല, പിന്നെ അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ഒരു പീഡനമില്ല. ഈ 3 രാജ്യങ്ങളിലും നിങ്ങൾ മുസ്ലിമാണ്, മുറിയനാണോ, തുണി പൊക്കി നോക്കി, ശരി അവന്റെ തല വെട്ടി, അങ്ങനെ ഈ 3 രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ പീഡനം കാരണം പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇന്ത്യയിൽ എത്തിയാൽ
അവരോടും ഇന്ത്യ ഇതേ നിലപാട് സ്വീകരിക്കും. നമ്മളും മനുഷ്യരാണ്, നമ്മളും പറയും അവർക്ക് പൗരത്വം കൊടുക്കണം. അവര് പിന്നീട് മനുഷ്യന്മാരുടെ തലയൊക്കെ അടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും, അത് വേറെ. അത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വസ്തുതകളാണ്. അതൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു മുസ്ലിമും മതത്തിന്റെ പേരിൽ ഈ 3 രാജ്യത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല, എന്നിട്ടും എന്തിനാണ് മുസ്ലിങ്ങളെയും CAA ഉൾപ്പെടുത്തണം എന്നിവർ പറയുന്നത്? അപ്പൊ ഈ നിയമം എന്താണ്? മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട 6 വിഭാഗം, അതിനകത്ത് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരില്ല, മുസ്ലിങ്ങളില്ല ആ വിഭാഗത്തില്. അപ്പോ ഇന്ത്യ മുന്നണി വന്നാൽ CAA അറബിക്കടലിൽ എറിയുമെന്നാണ് നമ്മുടെ സുധാകരൻ ജി പറഞ്ഞത്. ജി എന്നൊന്നും പറയാൻ പാടില്ല അല്ലെ, സുധാകരൻ പറഞ്ഞത്. എന്നാല് രാഹുൽ ഗണ്ഡിയോ അതല്ലെങ്കിൽ APCC അധ്യക്ഷന്മാരോ അവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ CAA അറബിക്കടലിൽ എറിയാമെന്ന്? അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിൽ ആരൊക്കെ എതിർത്താലും ശരി, നമ്മളിൽ ആരൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ശരി, കേന്ദ്ര സർക്കാർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവനും പാലിക്കപ്പെടും, അത് പ്രാബല്യത്തിൽ വരും. 55-ലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരാൾക്ക് പൗരത്വം നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണുള്ളത്. ഇന്ത്യൻ ഭരണഘടന അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് കേരളത്തിൽ അത് നടപ്പിലാക്കില്ല, കേരളത്തിൽ അത് നടപ്പിൽ വരില്ല. ഞാനിങ്ങനെ ഉഹുദ് മല പോലെ നെഞ്ചു വിരിച്ചു നിന്ന് കഴിഞ്ഞാൽ CAA സമരം ഈ നാട്ടിൽ വരില്ല എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തവും വിടുവായത്തരവും മാത്രമാണ്, മണ്ടത്തരമാണ്. ഇത് കേൾക്കുന്നവർക്ക് മുഴുവനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്നാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ ശബ്ദിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് കൂടെ നിന്നാല് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കേണ്ട, വിവരക്കേട് കൊണ്ട് മാത്രമാണ്. അപ്പോ ഒരു കുരുട്ട് ബുദ്ധിയാണ് ഇവിടെ. അതായത് ഞങ്ങള് ഏതാണ്ട് മോളൊക്കെ ഉണ്ടാക്കിയ മാസപ്പടിയിലൊക്കെ ഏതാണ്ട് നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു കാര്യം, മോളുടെ വിഷയം അങ്ങ് പോയി, സിദ്ധാർത്ഥന്റെ വിഷയം അങ്ങ് പോയി, അഭിമന്യുവിന്റെ കേസ് ഫയൽ രേഖകൾ നഷ്ടപ്പെട്ടത് അങ്ങ് പോയി. ഇങ്ങനെ ഇതെല്ലാം മാറി മറിഞ്ഞ് നമ്മളുടെ മുഖം ഒന്നുകൂടി ഒന്ന് കഴുകി വികൃതമാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു അവസരമാണ്. ഇവർ വിചാരിക്കുന്നത് മനോഹരമാക്കുക എന്നാണ്, അല്ല. അപ്പോ എഴുത്തും വായനയും അറിയുന്ന മലയാളി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഇവർക്ക് നിന്നു കൊടുക്കുന്നത് എന്ന്? അതായത് അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അടിമത്തമുണ്ട്. നമ്മൾ ഈ പാർട്ടിയെ പിൻപറ്റി വന്നവരാണ്, ഞങ്ങൾ CPM ആണ്, ഞങ്ങൾ HFI ആണ്, ഞങ്ങൾക്ക് ഇത് വിട്ടിട്ട് വേറൊന്നും പറ്റില്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇങ്ങനെ ജനിച്ചവരാണ്, ഞങ്ങൾ മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ പോകും, ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ കമ്മ്യൂണിസം മതമാണ്. അപ്പോ നമ്മൾ വിചാരിക്കുമല്ല അത് രാഷ്ട്രീയമാണ്, മതവിഭാഗത്തെ എതിർത്ത് മുതലാളിത്ത സാഹചര്യത്തെ ഒക്കെ ഇല്ലാതാക്കി തൊഴിലാളിയും മുതലാളിയും ഈക്വലായിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അല്ല, മതത്തിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ പോലും അംഗീകരിക്കത്തക്ക രൂപത്തിലുള്ള മാനസിക വിഭവം ഇവരുടെ കയ്യിലുണ്ട്. ആ രൂപത്തിൽ മനസ്സിനെ പര്യാപ്തപ്പെടുത്തിയ ആളുകളാണിത്. ഒരു മുസ്ലിം സ്ത്രീ കുറെ വർഷമായി ഭർത്താവിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ കുറെ പ്രോഡക്റ്റുകളും ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് പറയുന്നു തൊലാഖ്. ശരി, പിന്നീട് ഇവള് കുട്ടിയെയും പെട്ടിയെയും ഒക്കെ പെറുക്കി സ്ഥലം വിട്ടോണം. ആ മുത്തലാഖ് ഇവരുടെ തന്നെ പാർട്ടി അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുര വരെ പറഞ്ഞു മുത്തലാഖ് ഗോത്ര നിയമമാണ്, അതെടുത്ത് മാറ്റേണ്ടതാണെന്ന്. ആ നിയമത്തെയോ അതല്ലെങ്കിൽ ഒരു പുരുഷൻ ഒന്നിലേറെ വിവാഹം കഴിച്ച് യഥേഷ്ടം ജീവിക്കുന്ന ബഹുഭാര്യത്വത്തെ കുറിച്ചോ പോലും ഈ പിണറായി സർക്കാരിന് ഒരക്ഷരം എതിര് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അതായത് ഇദ്ദേഹത്തെ ഇപ്പോഴും ഈ പാർട്ടിയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ചിലരില് അന്തർലീനമായിരിക്കുന്ന ഈ രാഷ്ട്രീയ അടിമത്തമുണ്ട്. പിന്മാറി പിന്മാറി വന്ന തലമുറകളോളം എടുത്തു വെച്ചു കൊടുക്കുന്ന ഈ ഒരു ആശയം, ഈ ഒരു ആദർശം, അതല്ലാതെ നിലപാടുകൾ ഉള്ളവർക്ക് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മനസാക്ഷിയെ വഞ്ചിക്കാതെ ആശയങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല. ഇത്തരം പ്രതികരണങ്ങള്, ഇത്തരം വിഷയങ്ങള് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. എല്ലാ മലയാളികളും ഈ വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമത്തെ സ്വാഗതം ചെയ്തു വന്ന ആരെ കുറിച്ച് ഇപ്പൊ ബൈജു വായിച്ചല്ലോ, ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അല്ലെ. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു ഒരു മുസ്ലിമിന്റെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്നും ഇത് വെറും വ്യാജ
പ്രചരണം മാത്രമാണെന്ന് പറഞ്ഞപ്പോ ചിന്തിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളും അതുപോലെ ചിന്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല. ഇതിപ്പോ മുസ്ലിങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ പോകുകയാണ്. ഈ 6 വിഭാഗം ആളുകൾക്ക് മാത്രമേ പൗരത്വം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് ഇവരോട് ബോധവൽക്കരണവുമായി നമ്മൾ രംഗത്തിറങ്ങണം. ഈ 6 വിഭാഗങ്ങളല്ലാതെ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒറ്റ മുസ്ലിം പോലും ഒരു രാജ്യത്തുമില്ല. ഇപ്പൊ അഫ്ഗാനിൽ പോലും ഈ താലിബാനികൾ ഭരിക്കാൻ വന്ന സമയത്ത് അവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടിയത് മതത്തിന്റെ പേരിൽ വിഭാഗീയത അനുഭവിച്ചവരല്ല, മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ചവരല്ല. ഞങ്ങൾ ഇത്രയും കാലവും ഈ മതം നിലനിൽക്കാൻ വേണ്ടി തർക്കിച്ചു. പക്ഷേ ഇനി ഞമ്മക്ക് ഈ മതം വേണ്ട, നമ്മൾ തൽക്കാലം ഇറ്റലിയിൽ പോയി ആരുടെയെങ്കിലും കഴുത്തറക്കട്ടെ, അതല്ലെങ്കിൽ ഫ്രാൻസിൽ പോയി ഏതെങ്കിലും സാമുവൽ പാറ്റിയുടെ കഴുത്തൊന്ന് വെട്ടട്ടെ, അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീഡനിലോ മറ്റോ പോയി റോഡിലൊക്കെ ഒന്ന് പായയിട്ട് മുസലയിട്ടൊന്ന് നമസ്കരിച്ച് കുറച്ച് റോഡ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞ് അവരവിടേക്ക് ചേക്കേറിയതാണ്. അതല്ലാതെ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല. പിന്നെ ഈ CAA മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം അവരതിൽ വീഴുമെന്ന് ഇവർക്കറിയാം. അതല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇത് അധികം ആളുകൾക്കും അറിയില്ല. അവര് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പാടെ, എന്റെ ഇത്ത പറഞ്ഞതാ, എന്റെ സിസ്റ്റർ, നമ്മുടെ വാപ്പാടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇനി എവിടെ പോകും, നമ്മുടെ വാപ്പാടെ വാപ്പ മുസ്ലിം ആണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഇവിടെ പോകും. കാരണം ഈ രൂപത്തിലാണ് ഇവർക്കിടയിൽ കൺവിൻസിങ് നടക്കുന്നത്. ആ സമയത്ത് എന്താണ് ശരിയായി ഇവിടെ നടപ്പിലാക്കിയത്, എന്താണ് CAA, എന്താണ് NRC എന്ന് ജനങ്ങൾക്കിടയിലേക്ക് തക്കതായ രൂപത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശിക്ഷണത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നല്ല രൂപത്തിൽ ക്ലാസുകൾ കൊടുക്കണം, ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കണം. അതല്ലെങ്കിൽ കേരളം നിന്ന് കത്തിക്കാൻ ഇടതനും വലതനും ഇടതുമുണ്ട്. അവര് രണ്ടുപേരും നല്ലതുപോലെ മൂട്ടിക്കൊടുക്കും. മുസ്ലിങ്ങളെ നിങ്ങളിനി എവിടെ പോകാൻ പോകുന്നത്, നിങ്ങളെ ഇവര് പുറത്താക്കാൻ പോകുകയാണല്ലോ മോഡി. ഷാജൻസ്കറിയ പോലും ഉസ്താദിനെതിരെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളാണ് ഇവര്. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളോട് ഈ അവസാന സമയത്ത് പറയാനുള്ളത് ഒന്ന് മാത്രം തന്നെയാണ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറും ഒരു പൊട്ടന്മാരാവാതിരിക്കുക, അതല്ലെങ്കിൽ പൊട്ടത്തരം അഭിനയിക്കാതിരിക്കുക, കാണിക്കാതിരിക്കുക. കാരണം CAA എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വെറും ഗൂഗിളിൽ മാത്രമൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അതല്ല, നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ പൊട്ടന്മാരായി നടിച്ചുകൊണ്ട് നിങ്ങളുടെ സത്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടല്ല നരേന്ദ്രമോദിജി ഭരിക്കുന്നത് എന്ന ആ ഒരു ചെറിയ ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ ഇവിടെ എന്തൊക്കെ തലകുത്തി മറഞ്ഞാലും അവിടെ ഭരണം നരേന്ദ്രമോദി തന്നെ വരും എന്നുള്ളതും ആ നരേന്ദ്രമോദിജി ഇവിടെ നടപ്പിലാക്കാനുള്ളത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കും എന്നുള്ളതും ഇനിയും ബോധമില്ലാതെ ഈ പച്ച നുണയും പടച്ചിറക്കി വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഇസ്ലാമിക ജിഹാദി പാർട്ടിക്കാരനും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് തുള്ളിയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം തന്നെയാണ് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം നിങ്ങളെ 3 കോടിയിൽ നിന്നും 21 കോടിയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വളർന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നാലോ 22 കോടിയുള്ളിടത്തു നിന്ന് വെറും 1%, 22% നിന്നും 1%ത്തിലേക്ക് എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അവരുടെ അവിടെ തന്നെ ന്യൂനപക്ഷമുള്ള ഈ ഹിന്ദു, സിഖ്, ഈ ജൈന, ബുദ്ധ, പാഴ്സി ഇതൊക്കെ വന്നത് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മിണ്ടാപ്രാണികൾ, ആ പാവങ്ങൾക്ക് അവരുടെ ജീവന്റെ ആ ഒരു ഭിക്ഷയായിട്ടാണ് ഇവിടെ പൗരത്വം എന്ന് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് കണ്ണും ചിമ്പി സമ്മതിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് മാത്രമേ ഈ ചൊറിയാതെ വയ്യ ഈ എപ്പിസോഡിന്റെ ഈ കൺക്ലൂഷൻ സമയത്ത് പറയാനുള്ളൂ. എന്തായാലും നാളെ ഒരു ഗംഭീര വിഷയവുമായി ചൊറിയാതെ വയ്യ നാളെ 8 മണി മുതൽ 9 മണി വരെ വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ശുഭരാത്രി, ശുഭനിദ്ര.